ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 36ാമത്തെ ദശകം പരശുരാമ ചരിതമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ 4 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ 5, 6, 7, 8 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. അപ്പോൾ ചൊല്ലിത്തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിതോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേ ഹയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദതിത സ്വേനൈവ ചാന്ദേവതം സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാ സമ്മതം ലബ്ധാംനായ ഗണാശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ ദാധ്വരാൻ പിത്രാ മാതൃമുദേസ്തവാ ഹൃദവിയദ്ദേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരാ വാരാദ്യ ഗൗരീപദിം ലബ്ധ്വാ തത്പരശും തതുക്തതനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ഇനി 5ാമത്തെ ശ്ലോകം ചൊല്ലാം. ആഖേഡോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുന ഗാം ക്രേതും സചിവം യയുക്തകുദിയാ തേനാപിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോ ഹത ചമൂചക്രേണ വത്സോഹൃത. ഒന്നുകൂടി ചൊല്ലാം. ആഗേഡോപകതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ സ്ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുന ഗാം ക്രേതും സചിവം യയുക്തകുദിയാ തേനാപിരുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോ ഹത ചമൂചക്രേണ വത്സോഹൃത. 5ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 4 ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. അത്രി മഹർഷിയുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ തന്നെ അത്രി മഹർഷിയുടെ പുത്രനായി വന്ന് ജനിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി ദത്താത്രേയൻ എന്ന പേരോടുകൂടി ഭഗവാൻ ഇവിടെ അവതരിച്ചു.
അങ്ങനെ ദത്താത്രേയ മഹർഷി വളരെ വലിയ ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ലൗകിക ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലാതെ സ്വന്തം ഭാര്യയുമൊത്ത് എങ്ങും ചുറ്റി സഞ്ചരിക്കുന്നവനായി തീർന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ വഴിമധ്യേ കാർത്തിവീരാർജുനൻ എന്ന രാജാവിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ സംപ്രീതനായി അഭീഷ്ടവരങ്ങളൊക്കെയും നൽകി ഒടുവിൽ മരണവും താൻ മൂലം തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. കാർത്തിവീരാർജുനന് നൽകിയ വരം സത്യമാകുന്നതിന് വേണ്ടി ബ്രഹ്മദ്വേഷികളായിട്ടുള്ള ക്ഷത്രിയരെ നശിപ്പിക്കുവാൻ വേണ്ടി ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും ഒടുവിലത്തെ പുത്രനായി രാമനായി ഭഗവാൻ ഇവിടെ അവതരിച്ചു. അങ്ങനെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പരശുരാമൻ്റെ ജീവിതത്തിലെ കൗമാരപ്രായത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കുകയാണ്. ജമദഗ്നി മഹർഷിയുടെ പത്നി രേണുക വെള്ളമെടുക്കുവാനായി ഗംഗാ നദിയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ജലക്രീഡ നടത്തുകയായിരുന്ന ഗന്ധർവരാജനായ ചിത്രരാജനോട് ചെറിയൊരു ആസക്തി തോന്നുകയും അത് തൻ്റെ ജ്ഞാനദൃഷ്ടി മൂലം തിരിച്ചറിഞ്ഞ ജമദഗ്നി മഹർഷി രേണുകയെ വധിക്കാൻ തൻ്റെ മക്കളോട് പറയുകയും ചെയ്തു. തൻ്റെ ജ്യേഷ്ഠന്മാരാരും ഇതിന് തയ്യാറായിരുന്നില്ല. പക്ഷെ പരശുരാമൻ അച്ഛൻ്റെ തപശക്തി മനസ്സിലാക്കി അമ്മയെയും സഹോദരങ്ങളെയും വധിച്ചു. ഒടുവിൽ ശാന്തനായ ജമദഗ്നി മഹർഷിയിൽ നിന്നും അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുവാനുള്ള വരം വാങ്ങി അവരെ ജീവിപ്പിക്കുകയും ചെയ്തു. അതിൽ സന്തോഷവതിയായിട്ടുള്ള രേണുക എല്ലാ അഭീഷ്ടങ്ങളും ഉണ്ടാവുമെന്ന് മകനെ അനുഗ്രഹിച്ചു, പരശുരാമനെ അനുഗ്രഹിച്ചു. പിന്നീട് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രേണുകയ്ക്ക് വേണ്ടി രേണുകയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ജമദഗ്നി മഹർഷി സ്വർഗത്തിൽ നിന്നും കാമധേനുവിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. പരശുരാമൻ തൻ്റെ പിതാമഹനായ ഭൃഗു മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പോയി. പിന്നെ പരമശിവൻ പറഞ്ഞതനുസരിച്ച് അസുര നിഗ്രഹം നടത്തിയപ്പോൾ മഹാസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അഗ്രതവ്രണൻ എന്നു പേരുള്ള മുനിയെ ഒരു സിംഹത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും പരശുരാമൻ രക്ഷിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നു. നാലാമത്തെ ശ്ലോകത്തിൽ ഇതുകൂടി പറയുന്നുണ്ട്, മഹാദേവനെ പ്രീതിപ്പെടുത്തി മഹാദേവൻ പരശു കൊടുത്തു എന്ന്. അങ്ങനെ പരശു കൊടുത്തത് കൊണ്ടാണ് പരശുരാമൻ എന്ന പേര് വന്നത്. അതുകൂടി നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. കാർത്തിവീരാർജുനനോട് ദത്താത്രേയ മഹർഷി പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ കൊടുത്ത വരം എന്താണ്? താൻ തന്നെ മൂലമുള്ള മരണവും സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സത്യമാവാതെ വഴിയില്ലല്ലോ. അപ്പോൾ അതിലേക്കാണ് ഇനി കടക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ കാർത്തിവീരാർജുനൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നൊരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. കാർത്തിവീരാർജുനൻ ഒരിക്കൽ നായാട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു. അപ്പോൾ ജമദഗ്നി മഹർഷി കാമധേനുവിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. എല്ലാം ചോദിക്കുന്നത് എന്തും തരുന്ന ഒരു പശുവാണ് കാമധേനു. അപ്പോൾ അങ്ങനെ ആ കാമധേനുവിൻ്റെ കഴിവുകൊണ്ട് തന്നെ, കാമധേനുവിൽ നിന്നും കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് കാർത്തിവീരാർജുനനെയും സൈന്യത്തെയും നന്നായിട്ട് മഹർഷി സൽക്കരിച്ചു. അങ്ങനെ തിരിച്ച് രാജധാനിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കാർത്തിവീരാർജുനന് ഒരു ദുഷ്ടബുദ്ധിയായിട്ടുള്ള മന്ത്രിയാണ് ഉള്ളത്. ആ മന്ത്രിയുടെ ഉപദേശം കേട്ട്, അല്ലെങ്കിൽ ആ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് കാമധേനുവിൽ ഒരു മോഹം ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ കാമധേനുവിനെ വിട്ടുതരുവാൻ പറയാൻ വേണ്ടി ആരെ തന്നെ പറഞ്ഞയക്കുന്നു? ഈ മന്ത്രിയെ തന്നെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മന്ത്രി ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി കാമധേനുവിനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. പക്ഷേ മഹർഷി സമ്മതിച്ചില്ല. അത് അത്രയും വിശിഷ്ടമായതാണ്. അതുമാത്രമല്ല, ഈ ലൗകികമായിട്ടുള്ള മോഹങ്ങളൊന്നും ഒരു മഹർഷിക്ക് ഉണ്ടാവണം എന്നില്ല. കാമധേനുവിനെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അർഹതയില്ലാത്തവരുടെ കയ്യിൽ അത് കിട്ടിയാൽ അത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യപ്പെടും, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ മഹർഷി വിസമ്മതിച്ചു, കൊടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാതെ ഇരുന്നപ്പോൾ ബലം പിടിച്ച് കൊണ്ടുപോരാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച് ആ സംഘട്ടനത്തിൽ ഈ ജമദഗ്നി മഹർഷി കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിലെ കോപം കൊണ്ട കാമധേനു തൻ്റെ ശരീരത്തിൽ നിന്നും ഭടന്മാരെ സൃഷ്ടിച്ച് ആ സൈന്യത്തെ മുഴുവനും സംഹരിച്ചു കളഞ്ഞു.
ആ സംഹരിച്ചപ്പോൾ മന്ത്രി അവിടെയും തന്ത്രത്തിൽ എന്ത് ചെയ്തു എന്നറിയുമോ? കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഇത്രയുമാണ് 5-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 5-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. നായാട്ടിന് വേണ്ടി പുറപ്പെട്ട കാർത്തിവീരാർജുനൻ എന്ന രാജാവ് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അങ്ങനെ എത്തിയപ്പോൾ കാർത്തിവീരാർജുനനെയും സൈന്യത്തെയും കാമധേനുവിൽ നിന്നും ലഭിച്ച വിഭവങ്ങൾ കൊണ്ട് മഹർഷി നന്നായി സൽക്കരിച്ചു. തിരിച്ച് രാജധാനിയിലെത്തിയപ്പോൾ ദുഷ്ടമന്ത്രിയുടെ വാക്കുകൾ കേട്ട് കാമധേനുവിനെ വിട്ടുതരുവാൻ വേണ്ടി ആ മന്ത്രിയെ തന്നെ അയച്ച് പറയിപ്പിച്ചു. പക്ഷെ കാമധേനുവിനെ വിട്ടുകൊടുക്കാൻ മഹർഷി തയ്യാറായിരുന്നില്ല. അപ്പോൾ ബലം പ്രയോഗിച്ച് കാമധേനുവിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനിടെയുണ്ടായ സംഘട്ടനത്തിൽ ആ മഹർഷി കൊല്ലപ്പെട്ടു. അതിൽ കോപം കൊണ്ട കാമധേനു തൻ്റെ ശരീരത്തിൽ നിന്നും ഭടന്മാരെ സൃഷ്ടിച്ച് കാർത്തിവീരാർജുനന്റെ സൈന്യത്തെ മുഴുവനും സംഹരിച്ചു കളഞ്ഞു. ആ തക്കത്തിന് മന്ത്രി കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി നമുക്ക് 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. ശുക്രോ ജീവിത താതവാക്യ ചലിത ക്രോധോത സഖ്യാസമം ബിഭ്രത്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്രകരതം മാഹിഷ്മതി മാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം. ഒന്നുകൂടി ചൊല്ലാം. ശുക്രോ ജീവിത താതവാക്യ ചലിത ക്രോധോത സഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്രകരതം മാഹിഷ്മതി മാവിശൻ വാഗ്ഭിർവത്സമദാശു ശിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം. ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവിനി മന്ത്രം ഉപയോഗിച്ച് ജമദഗ്നി മഹർഷിക്ക് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയ മഹർഷി പരശുരാമനോട് നടന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ മഹർഷിയുടെ വാക്കുകൾ കേട്ട പരശുരാമന് അതിയായ കോപമാണ് വന്നത്. അങ്ങനെ സുഹൃത്തായ അകൃതവ്രണനെയും കൂട്ടി ശിവകിങ്കരനായ മഹോദരനെ ധ്യാനിച്ചു. അങ്ങനെ മഹോദരൻ വില്ലും കുഠാരയും ശരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ഒപ്പം കുതിരകളെയും തേരാളിയെയും രഥത്തെയും ഒക്കെ കൊടുത്തു. അങ്ങനെ ആ രഥത്തിൽ കയറി നേരെ ഹേഹേ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു പോയി പരശുരാമൻ. അങ്ങനെ ഹേഹേ രാജ്യത്തിലെ മാഹിഷ്മതി എന്ന രാജധാനിയിൽ വെച്ച് കാർത്തിവീരാർജുനനെ കണ്ടു. ആദ്യം യുദ്ധത്തിനല്ല മുതിർന്നത്. ആദ്യം നല്ല രീതിയിൽ ചോദിച്ചു. പശുക്കുട്ടിയെ തിരികെ തരുവാൻ നല്ല രീതിയിൽ ചോദിച്ചു. പക്ഷെ അത് വിസമ്മതിച്ചപ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ ആ ഹേഹേ രാജാധിപനോട് ആരംഭിച്ചു. ഒരു യുദ്ധം തുടങ്ങുകയാണ്. അതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6-ാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവിനി മന്ത്രത്തിൻ്റെ സഹായത്തിൽ ജമദഗ്നി മഹർഷിക്ക് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ജമദഗ്നി മഹർഷി പുത്രനായ പരശുരാമനോട് നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ട് അതിയായ കോപമാണ് പരശുരാമന് വന്നത്. അങ്ങനെ പരശുരാമൻ സുഹൃത്തായ അകൃതവ്രണനെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെടാൻ തന്നെ തയ്യാറായി. ആ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ശിവകിങ്കരനായ മഹോദരനെ ധ്യാനിച്ച് വില്ലും കുഠാരയും ശരങ്ങളും ഒക്കെ നേടി. ഒപ്പം മഹോദരൻ തന്നെ തേരും തേരാളിയും കുതിരകളെയും ഒക്കെ കൊടുത്തു. അങ്ങനെ ആ രഥത്തിലേറി പരശുരാമൻ ഹേഹേ രാജ്യത്തെ മാഹിഷ്മതി രാജധാനിയിലെത്തി കാർത്തിവീരാർജുനോട് നല്ല രീതിയിൽ പശുക്കുട്ടിയെ വിട്ടുതരാൻ പറഞ്ഞു. അത് വിസമ്മതിച്ചത് കൊണ്ട് തന്നെ ഒരു യുദ്ധം ആരംഭിച്ചു. ഇനി നമുക്ക് 7-ാമത്തെ ശ്ലോകം ചൊല്ലാം. പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർ വ്യാജ്രം പിതായോദന സദ്യസ്ത്വത്കകുടാരബാണവിദളന്നിശേഷ സൈന്യോത്കരോ ഭീതിപ്രധൃതനഷ്ടശിഷ്ടതനയസ്ത്വാമാപദദ്ദേഹയ. ഒന്നുകൂടി ചൊല്ലാം.
പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാ സേനാനീഭിരനേകമിത്രനിവഹൈർവ്യാജൃംഭിതായോധന സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷ സൈന്യോത്കരോ ഭീതിപ്രധൃതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ദേഹയാ. ഏഴാമത്തെ ശ്ലോകത്തിൽ ആ യുദ്ധമാണ് വിവരിക്കുന്നത് ഭട്ടതിരിപ്പാട്. കാർത്തിവീരാർജുനൻ പരശുരാമനെ നേരിടാൻ വേണ്ടി തയ്യാറായി നിന്നു. കാർത്തിവീരാർജുനൻ എന്ന് പറയുന്നത് വളരെ സേനാസന്നാഹങ്ങളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 10,000 പുത്രന്മാരും ഒപ്പം 17 അക്ഷൗഹിണിപ്പടയും ഉണ്ടായിരുന്നു. അക്ഷൗഹിണിപ്പട എന്ന് പറയുന്നത് കുറേ അധികം ആനകളും കുതിരകളും തേരുകളും കാലാൾപ്പടകളും ഒക്കെ അടങ്ങുന്ന ഒന്നാണ്. അങ്ങനെ 17 അക്ഷൗഹിണിപ്പടകളും ആരുടെ കൂടെ ഉണ്ടായിരുന്നു? കാർത്തിവീരാർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുകൂടിയാണ് ഈ പരശുരാമനെ ആക്രമിക്കുന്നത്. പക്ഷേ പരശുരാമൻ്റെ അമ്പും കുടാരിയും ശരങ്ങളും ഒക്കെ ഏറ്റ് ഇവരിൽ കുറേ പേരൊക്കെ മരിച്ചു, കുറേ പേര് തിരിഞ്ഞോടി ഒക്കെ ചെയ്തു. പക്ഷേ എങ്കിലും വിടാതെ കാർത്തിവീരാർജുനൻ പരശുരാമനോട് യുദ്ധം ചെയ്തു നിന്നു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. പരശുരാമനും കാർത്തിവീരാർജുനനും തമ്മിലുള്ള യുദ്ധമാണ് വിവരിക്കുന്നത്. വലിയ സേനാസന്നാഹങ്ങളുള്ള ആളാണ് കാർത്തിവീരാർജുനൻ. രാജാവാണല്ലോ അല്ലേ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ മൊത്തം പടയും സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. 10,000 പുത്രന്മാരും 17 അക്ഷൗഹിണി പടയും ഒക്കെ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ പരശുരാമൻ്റെ കുടാരത്തിൻ്റെയും ശരങ്ങളുടെയും ഒക്കെ മുമ്പിൽ ഇതൊക്കെ വെറും നിസാരമായിരുന്നു. കുറേ പേരൊക്കെ മരിച്ചു വീണു, കുറേ പേരൊക്കെ തിരിഞ്ഞോടി. പക്ഷേ എങ്കിലും കാർത്തിവീരാർജുനൻ പിടിച്ചു നിന്ന് പരശുരാമനോട് യുദ്ധം ചെയ്തു എന്നുള്ളതാണ് വിവരിക്കുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുധാ ധ്യായന്തം ചിത സർവദോഷമവതി സോഘാത് പരം തേ പദം. ഒന്നുകൂടി ചൊല്ലാം. ലീലാവാരിത നർമ്മദാ ജലവലല്ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുധാ ധ്യായന്തം ചിത സർവദോഷമവതി സോഘാത് പരം തേ പദം. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് കാർത്തിവീരാർജുനൻ്റെ ശക്തിയാണ് പറയുന്നത്. ഒപ്പം കാർത്തിവീരാർജുനൻ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്തു, അതും വിവരിക്കുന്നുണ്ട്. കാർത്തിവീരാർജുനൻ അദ്ദേഹത്തിന് 1000 കൈകളുണ്ട്. ഈ 1000 കൈകൾ കൊണ്ട് നർമ്മദാ നദീജലം തടഞ്ഞു വെച്ച സമയത്ത് രാവണൻ അതിൽ കിടന്ന് നീന്തി കരയ്ക്ക് കയറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തിയുള്ള ആളാണ് കാർത്തിവീരാർജുനൻ. ഈ കാർത്തിവീരാർജുനൻ്റെ 1000 കൈകളിൽ നിന്ന് ആയുധങ്ങൾ പ്രവഹിച്ചിട്ടും പരശുരാമന് ഒന്നും പറ്റിയില്ല. ഒടുവിൽ കാർത്തിവീരാർജുനൻ വിഷ്ണു ചക്രമാണ് പ്രയോഗിക്കുന്നത്. അതിനും പരശുരാമനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വിഷ്ണു ചക്രം പോലും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന്. കാരണം വിഷ്ണു ചക്രത്തിനെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് മഹാവിഷ്ണു തന്നെ ആയിരിക്കണം. അപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കാർത്തിവീരാർജുനൻ ധ്യാനിച്ചു കൊണ്ട് നിന്നു. അതായത് മരണം വരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെ പരശുരാമൻ കാർത്തിവീരാർജുനൻ്റെ 1000 കൈകളും മുറിച്ചു കളഞ്ഞു, അദ്ദേഹത്തെ വധിച്ചു. അങ്ങനെ കാർത്തിവീരാർജുനൻ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കാർത്തിവീരാർജുനൻ്റെ 1000 കൈകൾ കൊണ്ട് ഒരിക്കൽ നർമ്മദാ നദീജലം തടഞ്ഞു വെച്ചപ്പോൾ അതിൽ കിടന്ന് നീന്തി കയറിയിട്ടുണ്ട് രാവണൻ. ഈ 1000 കൈകളിൽ നിന്ന് ആയുധങ്ങൾ പ്രവഹിച്ചിട്ടും പരശുരാമന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒടുവിൽ വിഷ്ണു ചക്രം പ്രയോഗിച്ചു. വിഷ്ണു ചക്രവും പരാജയപ്പെട്ടപ്പോൾ കാർത്തിവീരാർജുനൻ തിരിച്ചറിഞ്ഞു ഇത് മഹാവിഷ്ണു തന്നെയാണ്. അങ്ങനെ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ട് നിന്നപ്പോൾ 1000 കൈകളും മുറിച്ചു കളഞ്ഞ് കാർത്തിവീരാർജുനനെ പരശുരാമൻ വധിച്ചു.
ഒടുവിൽ അദ്ദേഹം വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനിയുള്ള 3 ശ്ലോകങ്ങൾ 9, 10, 11 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്ന് ചൊല്ലിയ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ആഖേഠോപകതോർജുന സുരകവി സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാച പുന ഗാം ക്രേതും സജീവം ന്യയുക്തകുതിയ തേനാപിരുന്ദൻ മുനി പ്രാണക്ഷേപസരോഷഗോഹതചമൂ ചക്രേണ വത്സോ ഹൃത ശുക്രോ ജീവിതതാതവാക്യചലിതക്രോധോത സഖ്യാസമം ബിഭ്രധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രകരതം മാഹിഷ്മതി മാവിശൻ വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപതൗ സംപ്രാസ്തുതാ സങ്കരം പുത്രാണാമയുതേന സപ്തദശഭിശ്ചാക്ഷൗഹിണീഭിർമഹാസേനാനീഭിരനേകമിത്രനിവഹൈർ വ്യാജൃംഭിതായോതന സദ്യസ്ത്വത്കകുഠാരബാണവിദളന്നിശേഷസൈന്യോത്കരോ ഭീതിപ്രധൃതനഷ്ടശിഷ്ടതനയസ്ത്വാമാപതദ്ദേഹയാ ലീലാവാരിതനർമദാ ജലവലല്ലങ്കേശഗർവാപഃ ശ്രീമദ്ബാഹുസഹസ്രമുക്തബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യത വൈഷ്ണവേഭിവിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുധാ ധ്യായന്ധം ചിതസർവദോഷമവതി സോഗാത് പരം തേ പദം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 36ാമത്തെ ദശകത്തിലെ 8 ശ്ലോകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ 35ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 26 മുതൽ 35 വരെ ഒന്നിച്ച് ചൊല്ലിയ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പാരായണം മാത്രമായിട്ട് വേണമെന്ന് കുറച്ച് റിക്വസ്റ്റ് വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തത്. ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, 1 to 15 ഇട്ടിട്ടുണ്ടായിരുന്നു, 16 to 25 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എന്തായാലും അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് 36ാമത്തെ ദശകത്തിലെ അവസാന 3 ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.